ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നർ ആയിട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടിലൻ കൊമ്പോ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഖമീറ ബ്രെഡിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ മസാലയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിൻ്റെ ചൂട് കറക്റ്റ് നോക്കാട്ടോ, ഇളം ചൂടുള്ള പാലിന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് മൈദ 250 ml കപ്പിൽ 3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനനുസരിച്ച് ഈസ്റ്റിൻ്റെയും പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പോ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് മൈദ എടുത്തിട്ടില്ലേ, അതുകൊണ്ട് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കലാണ്. പിന്നില്ലേ ഈ ഒരു കരിഞ്ചീരകത്തിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നതിലും കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിക്ക്, അത്ര ടൈറ്റായിട്ട് വേണ്ട. ഇനിയിപ്പോൾ മൊത്തത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കലാണ്. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. 1 മണിക്കൂർ കൊണ്ട് നല്ലോണം പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം എൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ, ഇല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കും കേട്ടോ പൊങ്ങി വരാൻ വേണ്ടിക്ക്. പിന്നെ പാൽപ്പൊടി ചേർക്കാൻ വിട്ടുകൊണ്ട. പിന്നെ മൊത്തത്തിൽ പാലിൽ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ ഞാൻ പൊങ്ങി വന്ന മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കലാണ്. പിന്നെ ഈ ഒരു ഖമീർ ബ്രെഡിൽ നമുക്ക് ബട്ടൂരൻ്റെ ഷേപ്പിൽ കട്ടാക്കി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഞാനിപ്പം 3 ഷേപ്പിലാണ് ഒന്ന് കട്ടാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഓരോരോ ബോൾസാക്കി എടുക്കലാണ്. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്, ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ. പിന്നെ ചപ്പാത്തിൻ്റെ ആ ഒരു നേരിയ രീതിയിൽ പരത്തിയെടുക്കണ്ട, നമ്മൾ കുബൂസിലും ചെയ്യില്ല, അതുപോലെ കട്ടിയായിട്ട് പരത്തിയെടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി എള്ളോ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ചീരകോ ഇട്ട് കൊടുക്കുക. മുട്ടയുടെ എഗ് യോക്കില്ലേ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് മുകളിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓയിലിട്ടിട്ടല്ലേ ഫ്രൈ ആക്കുന്നത്, ആ ഒരു കരിഞ്ചീരകമെല്ലാം ഓയിലിൽ വീണിട്ട് ഓയിൽ മോശമാണ് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇതുണ്ട ഞാൻ മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ബ്രെഡിൻ്റെ ടെക്സ്ചറിലാണ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി തന്നെ പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ ഓയിൽ നല്ലോണം ചൂടാക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മളിപ്പം ഫസ്റ്റ് തന്നെ ആയതുകൊണ്ടാണ് ഒന്ന് പ്രസ്സാക്കി കൊടുത്തത്. ഇത് തന്നെ പൊങ്ങി വരും കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഓയിൽ അങ്ങനെ ചൂടായിട്ടുണ്ടായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 ഭാഗവും നല്ലോണം കളർ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആവണമെന്നില്ല. നമ്മൾ ബട്ടൂരെല്ലാം ചെയ്യൂലേ, ആ ഒരു കളറായി കഴിഞ്ഞാൽ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ട് 2 ഭാഗവും തിരിച്ചിട്ടാൽ തന്നെ നമുക്ക് കോരി മാറ്റാം. ഞാനിപ്പം ഈ ഒരു കളറിലാണ് കോരി മാറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നാലെ തന്നെ നമ്മൾ കയ്യിൽ വെച്ച് പ്രസ്സാക്കേണ്ട ആവശ്യമില്ല, തന്നാലെ തന്നെ അങ്ങ് പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും കളർ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒന്ന് മുട്ടയെല്ലാം ബ്രഷ് ചെയ്തിട്ട് കരിഞ്ചീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓയിൽ മൊത്തത്തിൽ കരിഞ്ചീരകമായിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ആ ഓയിലിനൊരു കരിനൊരു മണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ആ മാവിൽ കുറച്ചധികം ജീരകം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കരിഞ്ചീരകം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് എന്ത് കറിൻ്റെ കൂടെയും, കറി ഇല്ലാണ്ടും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കണ്ണൂർ ഭാഗത്തിലും പുതിയ അപ്പിളമാർക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിലെല്ലാം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബ്രെഡാണ്. കാണാത്തവരാണെങ്കിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ചിക്കൻ മസാലേൻ്റെ റെസിപ്പി പറയാം. ഞാനിപ്പം ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ജീരകം, വലിയ ജീരകമില്ലേ ഫെനൽ സീഡ്, അതും 1/2 ടീസ്പൂൺ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം 1 ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക.
ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് ഫുഡ് കളറില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സ് ആക്കി എടുത്തിട്ട് ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കലാണ്. കുറച്ചധികം ഓയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ഫ്രൈ ആക്കി എടുക്കില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ തിരിച്ചിട്ട് കൊടുക്കലാണ്. ഇതില്ലേ ഞാൻ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്, അവർക്ക് വേണ്ടിക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അതാ കുറച്ചധികം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിവെള്ളില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു 15-16 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 5 വറ്റൽമുളകും ഒരു 4 പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ആക്കി എടുക്കട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി നീളത്തിൽ കട്ടാക്കിയതും കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ മിക്സ് ആക്കുക. എന്നിട്ടിതാ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ആ ഒരു മസാലയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ മിക്സ് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല കളർ ഉണ്ടാവും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. പിന്നില്ലേ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കാണാൻ ഇതിലും ഭംഗിയുണ്ടാവും കേട്ടോ, നല്ല റെഡ് കളറായിട്ടുണ്ടാവും. ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല, കാര്യം നമ്മൾ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പം റെഡ് കളറൊന്നും ചേർക്കാണ്ടിരിക്കലാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നീളത്തിൽ കട്ടാക്കി ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ചിക്കൻ റെഡിയാവും. ഇതിലേക്ക് എന്താ പറയുക വെളുത്തുള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ റെഡ് ഫുഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. മുത്തമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാക്കിയ ചിക്കനില്ലേ സെയിം റെസിപ്പിയാണ്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്, നിങ്ങൾക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ്. പിന്നെ റെഡ് ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ, പക്ഷേ ഹെൽത്തി അല്ല. ഇങ്ങനെ തന്നെ വീട്ടിലുണ്ടാക്കിക്കോ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.